ശരി, ശ്രീ ജേക്കബ് ജോർജ്, കടുത്ത സൈബർ ആക്രമണം ഉണ്ടാകുന്നു. അത് പ്രോത്സാഹിപ്പിക്കുന്നതും അതിന് എല്ലാ വിധത്തിലുള്ള പിന്തുണയും നൽകുന്നത് പാർട്ടി നേതാക്കൾ തന്നെയാണ്. മാത്രമല്ല, സംഘടനയ്ക്ക് കെട്ടുപെട്ട് പ്രവർത്തിക്കണമെന്നൊക്കെ ഞാൻ ഈ സംഘടനാ സംവിധാനത്തിന് മുകളിലിരിക്കുന്ന സമയത്ത് വന്നു ചേർന്ന ആളുകൾ പിന്നീട് ഉപദേശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് വളരെ ക്ഷുഭിതനായി പറയുന്ന ജി സുധാകരൻ നമ്മൾ കണ്ടിട്ട് മാസങ്ങളെ ആയുള്ളൂ. പക്ഷെ അപ്പോഴൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ജില്ലാ നേതൃത്വം പരമാവധി സജിച്ചറിയാൻ വരെ നിൽക്കുന്ന ആളുകൾ മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷെ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം ജി സുധാകരന്റെ സകല കെട്ടും പൊട്ടിക്കുന്നതായിരുന്നു. അതെ അതെ, അതാണ് സംഭവിച്ചത്. പക്ഷേ പാർട്ടി സെക്രട്ടറിക്ക് ആ ഒരു മിതത്വം, പത്രസമ്മേളനത്തിൻ്റെ അകത്തെ ആ ഫ്ലോയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സഡൻ റിയാക്ഷൻ, ഒരു ക്വിക്ക് റിയാക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, റിഫ്ലെക്സ് റിയാക്ഷൻ, അതുണ്ടായതാവാം. പക്ഷേ ഒരു വാക്കിലൂടെ അത് അദ്ദേഹത്തിന് പൊറുക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടാമായിരുന്നു ജി സുധാകരനോട്. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഇത് ക്ഷമിക്കണം എന്ന് തീർച്ചയായിട്ടും പറയണം. അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്. കേരളത്തിൽ CPM എന്ന ഭരണകക്ഷിയുടെ ഏറ്റവും ഉന്നതനായ നേതാവാണ് അദ്ദേഹം. ആ നേതാവിന് തീർച്ചയായിട്ടും ഒരു പ്രയാസമില്ല ജി സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവിനോട് ഒരു വാക്ക്, അതെനിക്കറിയാതെ പറ്റിപ്പോയതാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോലും ജി സുധാകരൻ അത് പൊറുക്കുമായിരുന്നു. കാരണം സുധാകരനെ എനിക്കറിയാം, അങ്ങനെ അദ്ദേഹം കടുംപിടുത്തക്കാരനൊന്നുമല്ല. ജി സുധാകരൻ അങ്ങനെ കടുംപിടുത്തക്കാരനൊന്നുമല്ല. പക്ഷേ രാഷ്ട്രീയമായി ശത്രുത കാണിച്ചാൽ അദ്ദേഹം കാണിക്കും. അതിനൊന്നുള്ള മടിയുമില്ല. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ്. ആ വ്യക്തിത്വം അങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഏറ്റവും ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് ജി സുധാകരൻ. ആ ബീങ് എ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ അവസ്ഥയിൽ ചില വ്യതിയാനങ്ങൾ ആ വ്യക്തിത്വത്തിനുണ്ടാവാം. ആ വ്യക്തിത്വം അത് അദ്ദേഹത്തിന് ചില അഭിലാഷങ്ങൾ, ചില മോഹങ്ങൾ, രാഷ്ട്രീയ മോഹങ്ങൾ തന്നെ ഉണ്ടാവാം. അങ്ങനെ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ആലപ്പുഴ ജില്ലയിൽ അദ്ദേഹത്തിനെതിരെ വാളെടുക്കുന്ന CPM-കാരിൽ എത്ര പേരുണ്ട് ഇദ്ദേഹത്തെ പോലെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള, ഇദ്ദേഹത്തെ പോലെ ശുദ്ധമായ രാഷ്ട്രീയ വ്യക്തിത്വമുള്ള നേതാക്കൾ എത്ര പേരുണ്ട് ഇവരുടെ കൂട്ടത്തിൽ? അത് പ്രധാനപ്പെട്ട കാര്യമാണത്. അവരൊക്കെയാണ് സുധാകരനെ സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത്രത്തോളം അവസരങ്ങൾ കൊടുത്തതും ഈ പാർട്ടിയാണല്ലോ എന്നുള്ളതാണ്. ജി സുധാകരൻ ശരിയാണ്, രക്തസാക്ഷി കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. ഈ പാർട്ടിയിൽ അടിസ്ഥാനപരമായ നിലപാട് എന്ന് പറയുന്നത് പാരമ്പര്യത്തിന്റെ പേരിൽ ഉണ്ടാകുന്നതല്ല, അവസരങ്ങളും പാരമ്പര്യത്തിന്റെ പേരിൽ ഉണ്ടാകുന്നതല്ല, അത് മെറിറ്റിന്റെ പേരിലും സംഘടനാ പാടവത്തിന്റെ പേരിലും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒന്നാണ്. അപ്പോൾ ഈ അവസരങ്ങളെല്ലാം പാർട്ടി കൊടുത്തതിന്റെ പേരിലാണല്ലോ ജി സുധാകരനായി നിൽക്കുന്നത്. അത് മറ്റാരേക്കാളും സുധാകരൻ അറിയാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തനിക്ക് പാർട്ടിയാണ് ഈ സ്ഥാനങ്ങളെല്ലാം തന്നത്. അത് ചില്ലറ കാര്യമൊന്നുമല്ല. 2 തവണ മന്ത്രി, ജില്ലാ കൗൺസിൽ പ്രസിഡന്റ്, ഇത്യാദി MLA സ്ഥാനം, ഇതൊക്കെ വലിയ സ്ഥാനങ്ങൾ തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പ്രതീക്ഷിക്കാവുന്നതിൽ അപ്പുറത്തേക്ക് എത്തി നിൽക്കുന്നു. ആ സ്ഥാനങ്ങളുടെ എണ്ണം, മഹിമ, സംശയമൊന്നുമില്ല. പക്ഷേ അതൊന്നും ആയിരിക്കില്ല അദ്ദേഹം പ്രതീക്ഷിക്കുക. അദ്ദേഹവുമായിട്ടൊരു ഇൻട്രാക്ഷൻ, അദ്ദേഹത്തിനെ ഒന്ന് ക്ഷണിക്കുക, കമ്മിറ്റികളിലേക്കൊന്ന് ഉൾപ്പെടുത്തുക, പ്രസംഗിക്കാൻ 1-2 അവസരങ്ങൾ കൊടുക്കുക. അടിയന്തരാവസ്ഥയുടെ വാർഷികത്തിന് പോലും അദ്ദേഹത്തെ അടുപ്പിക്കില്ല, ഇങ്ങോട്ട് യോഗത്തിൽ പോലും പങ്കെടുക്കാൻ വരണ്ട എന്ന രീതിയിലുള്ളൊരു നിലപാടെടുക്കുന്ന ജില്ലാ കമ്മിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അപഹാസ്യം തന്നെയാണ് മധു. അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. Debate with Madhu Saji.